Day before yesterday, we started with the study. നമ്മൾ വാസ്തവത്തിൽ ഞായറാഴ്ച തന്നെ പഠനം ആരംഭിച്ചിരുന്നു. What was it? എന്തായിരുന്നു? Pain. വേദന. Why so much evil in the world? എന്തുകൊണ്ട് ലോകത്തിൽ ഇത്രയധികം ദുഷ്ടതയും കഷ്ടതയും ഒക്കെ? And why does the evil give so much of struggle as far as believer is concerned? വിശ്വാസികളെ സംബന്ധിച്ച് ഇത്രയധികം വേദനയും പ്രയാസങ്ങളും ഒക്കെ എന്തുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു? If that is pain is true, where is God? ഇങ്ങനെ വേദനയുള്ള അനുഭവങ്ങളാണെങ്കിൽ എവിടെ ദൈവം എന്നുള്ള ചോദ്യം. And these are certain things not we in this era are struggling, but this has been there right from the beginning of the human race. ഈ കാലത്ത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മളൊക്കെ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുന്ന ചോദ്യമാണ്. എന്നാൽ ഇത് കാലാകാലങ്ങളായിട്ട് തന്നെ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. If there is so much of pain, so much of suffering in the world, where is God? ഈ ലോകത്തിൽ ഇത്രയധികം വേദനയും ഇത്രയധികം കഷ്ടതയും ഉണ്ടെങ്കിൽ ദൈവം എവിടെ? If God is good, then why is so much of evil in the world? ദൈവം നല്ലവനാണെങ്കിൽ എന്തുകൊണ്ടാണ് ലോകത്തിൽ ഇത്രയധികം ദുഷ്ടതയും കഷ്ടതയും ഒക്കെ? So if evil exists, therefore God does not exist. അതുകൊണ്ട് അവർ വാദിക്കുന്നത് ദുഷ്ടത അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കഷ്ടതകളൊക്കെ ഉണ്ടെങ്കിൽ ദൈവം നിലനിൽക്കാനായിട്ട് സാധ്യതയില്ല എന്നാണ്. So today day before yesterday we just started, we just have scratched on it, and now we will be taking it further. നമ്മൾ ഞായറാഴ്ച അതിന്റെ ഒരു വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആരംഭിച്ചതാണ്. Today we will be taking it forward with a proper study. എന്നാൽ ഇന്ന് നമ്മളത് പഠനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. So I will be asking couple of questions before you ask me anything. നിങ്ങൾ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ തന്നെ കുറെ ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിച്ചു. And I want you all to participate in the Q&A. അങ്ങനെയുള്ള ചോദ്യോത്തരത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. So I want, of course, it's a strategy to kill the time. സമയം കൊല്ലാനുള്ള ഒരു തന്ത്രമാണെന്ന് ചിന്തിക്കരുത്. It is going to be the part of our study. അത് നമ്മുടെ പഠനത്തിന്റെ ഭാഗം തന്നെയാണ്. I want you all to be thinking believers rather than just hearing believers. നമ്മൾ കേൾക്കുക മാത്രം ചെയ്യുന്ന വിശ്വാസികളായിരിക്കണമെന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നവരുമായിരിക്കണം. Let's come to Luke chapter 13. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരാം. So this was our base of the study which we have begun on Saturday. ശനിയാഴ്ച നമ്മൾ ആരംഭിച്ച ആ പഠനം, ഞായറാഴ്ച നാം ആരംഭിച്ച ആ പഠനത്തിന്റെ അടിസ്ഥാന ഭാഗം ഇതായിരുന്നുവല്ലോ. So today we will be taking it in a different direction and different concept altogether. ഇന്ന് നമ്മൾ അതിനെ വേറൊരു ദിശയിലേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. So can we just read verse 1 to 5? 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ? ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കുകയാൽ എല്ലാ ഗലീലക്കാരിലും പാപികൾ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ശീലോഹാമിലെ ഗോപുരം വീണു മരിച്ചുപോയ ആ 18 പേർ യെരൂശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാർ ആയിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Okay, so we just saw the background of this whole episode. നമ്മൾ ഈ സംഭവത്തിന്റെ പശ്ചാത്തലം അന്ന് ഞായറാഴ്ച ചിന്തിച്ചതാണ്. This is not written anywhere in the other gospels. ഇത് മറ്റ് സുവിശേഷങ്ങളിലൊന്നും നമ്മൾ കാണുന്നില്ല. And this is not been referred anywhere by Jesus Christ or even by the disciples. യേശുക്രിസ്തുവോ ശിഷ്യന്മാരോ ഇത് എവിടെയെങ്കിലും ഉദ്ധരിച്ചതായിട്ട് ഈ സംഭവത്തെ കുറിച്ച് നമ്മൾ കാണുന്നില്ല. This was a news of those days. ഇത് അന്നത്തെ ഒരു വാർത്തയായിരുന്നിരിക്കണം. So they came with a problem before the Lord. അവർ ആ പ്രശ്നവുമായിട്ട് കർത്താവിന്റെ മുന്നിലെത്തി. What was the problem? എന്തായിരുന്നു പ്രോബ്ലം? The people of Galilee, they came to worship God. They came to offer God. They brought the offering before God, and they were offering in the temple. And Pilate and his entire cruel soldiers, they came and killed those Galileans, and they mingled the blood of sacrifice along with this Jewish. ഗലീലയിൽ നിന്നുള്ള വിശ്വസിക്കുന്നവരായിട്ടുള്ള ആളുകൾ ദേവാലയത്തിലേക്ക് വഴിപാട് അർപ്പിക്കാനായിട്ട് വന്ന ഒരു വഴിപാട് അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പീലാത്തോസും അവൻ്റെ കൂട്ടരും അവിടെ ചെന്ന് അവരെ കൊല്ലുകയും അവരുടെ രക്തം അവരുടെ യാഗത്തോടുകൂടെ കലർത്തുകയും ഒക്കെ ചെയ്തു. So they are bringing the complaint, or they are bringing something where Jesus Christ should do on this.
അവര് ഒരു പരാതിയുമായിട്ട് കർത്താവിൻ്റെ അടുത്ത് വരികയാണ്. കർത്താവ് എന്തൊക്കെയോ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ. We saw last Sunday what was the response, what was the heart of the Lord in those ways. ആ സന്ദർഭത്തില് കർത്താവിന്റെ പ്രതികരണം എന്തായിരുന്നു എന്ന് നമ്മൾ ഞായറാഴ്ച കണ്ടിരുന്നു. Now I want to take this in a different direction now. ഇന്ന് നമുക്ക് വേറൊരു ദിശയില് ഈ ചിന്ത കൊണ്ടുപോകാമെന്ന് ആഗ്രഹിക്കുന്നു. So first one says they brought the news. ഒന്നാമത്തെ വാക്യം പറയുന്നത് അവർ ആ വാർത്ത കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു എന്നാണ്. What is the news? എന്താണ് ആ വർത്തമാനം? What? എന്തായിരുന്നു ഉത്തരം? What? Pilate has killed the Galileans. പീലാത്തോസ് ഗലീലക്കാരെ കൊന്നു. Yes? അതല്ലേ? Yes. Okay. Now my question comes. If God knew Pilate is a cruel guy, why did he allow Pilate even to be born in this world? ദൈവത്തിന് മുന്നമേ തന്നെ അറിയാം പീലാത്തോസ് ഒരു ക്രൂരനായ മനുഷ്യനായിരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ പീലാത്തോസ് ജനിക്കത്തക്ക വിധത്തിൽ തന്നെ ദൈവം അനുവാദം കൊടുത്തത് എന്തിനാ? ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നാണ് ഒരു ഉത്തരം. So God is sitting on top and he is enjoying the pain. He is enjoying seeing the pain in the world. അങ്ങനെയാണ് ദൈവം മുകളിലിരുന്ന് ഈ ലോകത്ത് നടക്കുന്ന ഈ വേദനയൊക്കെ കണ്ട് കർത്താവ് ആസ്വദിക്കുകയാണോ? Or he is not capable of handling it. അവന് ഇതിൽ ഇടപെടാൻ കഴിവില്ലാഞ്ഞിട്ടാണോ? So that if he is not able to handle it, that means he is not God. ഇത് കൈകാര്യം ചെയ്യാൻ കഴിവില്ല, പിന്നെ ദൈവം അല്ലല്ലോ. അങ്ങനെ ചെയ്യണമെന്നാണ് ദൈവം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. Yeah, somebody else. വേറെ ഉത്തരം വല്ലോ? Whose free will? So God does ഉത്തരം പറഞ്ഞത് അത് പീലാത്തോസിന്റെ തീരുമാനമാണ്. നന്മ ചെയ്യണോ വേണ്ടായോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വതന്ത്ര ഇച്ഛ ഉപയോഗിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. So God, when somebody is killing his own children, should God not interfere? ഒരാള് തന്റെ തന്നെ മക്കളെ കൊല്ലുകയാണെങ്കിൽ ദൈവം ഇടപെടണ്ടെന്നാണോ പറയുന്നത്? See, those Galileans, those people have come to worship God. ഇതാ ഈ ഗലീലക്കാര് ദൈവത്തെ ആരാധിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് വന്നവരാ. Isn't it the responsibility of God to protect those people when they are worshiping and where they were sacrificing? അവരെ യാഗം അർപ്പിക്കുകയാണ്. അവരെ സംരക്ഷിക്കുന്ന ചുമതല ദൈവത്തിനില്ലെന്നാണോ? Sorry? ദൈവം എന്ത് ഇന്നും അതുപോലെ നടക്കുന്നുണ്ടെന്നാ സഹോദരി പറഞ്ഞു. Where is God? അങ്ങനെയാണെങ്കിൽ ദൈവം ഇവിടെ. Why don't God interfere? എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല? He's not capable, is it? ഒരുപക്ഷെ കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലാഞ്ഞിട്ടാണോ? Then why are we wasting our time every Sunday, every Tuesday? അങ്ങനെയാണ് എല്ലാ ഞായറാഴ്ച എല്ലാ ചൊവ്വാഴ്ചയും നമ്മുടെ സമയം കളഞ്ഞിട്ട് കാര്യമുണ്ടോ? I've been a bit cruel, sorry? കർത്താവിന് അതിൻ്റെതായ സമയമുണ്ട്, അപ്പോഴേ കർത്താവ് ഇടപെടുകയുള്ളൂ. So അത്രയും നാളെ ഞാനിങ്ങനെ നോക്കിയിരിക്കണോ? അതുവരെ ഞാൻ ഇങ്ങനെ കാത്തിരിക്കണമെന്നാണോ? ഫറവോന്റെ ഹൃദയം കഠിനമാക്കുന്ന നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. അത്രയധികം അങ്ങേയറ്റത്തേക്ക് പോകാൻ ദൈവം അനുവദിക്കുന്നതാണ്. See, he knew that Pilate is going to kill these people. പീലാത്തോസ് ഈ ആളുകളെ കൊല്ലും എന്നുള്ളത് ദൈവത്തിന് അറിയാം. Do you think that God knew about it? ദൈവത്തിന് അറിയാമായിരുന്നോ? യെസ്, അതെ. Any doubt? സംശയമുണ്ടോ? ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇവിടെ people have been killed, so what else the time you require? ആളുകൾ മരിക്കുക,
കൊല്ലപ്പെടുക. അപ്പം ദൈവത്തിന് എന്തിനാ സമയം ആവശ്യമായിരിക്കുന്നത്? Isn't God so cruel? ദൈവം ഒരു ക്രൂരനല്ലേ? See, there would have been fathers, there would have been even children, there would have, among those people, those who were killed, there would have been there would have been brothers, those who they have been left with the family. ഈ സംഭവത്തിലെ മരിച്ചവരുടെ കൂട്ടത്തിൽ അപ്പന്മാർ കാണും, അമ്മമാർ കാണും, മക്കൾ കാണും, സഹോദരന്മാർ കാണും, ഭർത്താക്കന്മാർ കാണും. ഇങ്ങനെയുള്ള പല നിലയിലുള്ളവർ മരിക്കുന്ന ഒരു സമയം. Why? That's my question. Why is allowing? അതായത് പറഞ്ഞ ഉത്തരം, നമുക്കും കഷ്ടപ്പാടുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആദ്യം പറഞ്ഞ ആ ഉത്തരവുമായിട്ട് അത് ചേർന്ന് പോകുന്നുണ്ട്. ഇതൊരു സാധാരണ കാര്യമാണ്, കഷ്ടപ്പാടുണ്ടാകുക അല്ലെങ്കിൽ പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യമാണ്. എന്തുകൊണ്ട്? മനുഷ്യരായ നമുക്ക് ഭാഗികമായ അറിവേ ഉള്ളൂ, പൂർണ്ണ അറിവില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. So the questions what we have, നമുക്ക് ഭാഗികമായിട്ടുള്ള അറിവേ ഉള്ളൂ. ആ ഭാഗികമായ അറിവിൽ നിന്നുള്ള നമ്മുടെ ചോദ്യങ്ങളാ എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല, ദൈവം ക്രൂരനാണോ എന്നൊക്കെ ഉള്ളത്. So the questions which we have, is it not legitimate? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്നത് ശരിയല്ലേ, തെറ്റാണോ? ചോദ്യം തെറ്റല്ല. ചോദ്യം നമ്മളിലുണ്ടാകുന്നത് തെറ്റല്ല. കാരണം നമുക്ക് സ്വതന്ത്ര ഇച്ഛയുള്ളത് കൊണ്ട് അത് വരുന്നത് അത് സാധാരണമായ ഒരു കാര്യം തന്നെയാണ്. So what is the answer? സഹോദരൻ പറഞ്ഞത്, തിരുവചനത്തിൽ നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കഷ്ടതകളുടെ സമയം നമുക്ക് പ്രാർത്ഥിക്കാനായി ലഭിക്കുന്ന ഒരു അവസരമാണ്. നമ്മൾ മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ്. നേരെയാകും. So the questions what we have comes up to one point, you just depend on the same God who has been so cruel. അപ്പം നിങ്ങളെല്ലാം പറയുന്ന ഉത്തരം എല്ലാം സമാഹരിച്ചാൽ അതിൻ്റെ അർത്ഥം ഇത്ര ക്രൂരനായ ദൈവത്തിൽ തന്നെ തുടർന്നും ആശ്രയിക്കുക എന്നാണോ? അത് ക്രൂരതയായിട്ട് കരുതുന്നില്ല. അത് ഈ ക്രമത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്, സിസ്റ്റത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. What? കഷ്ടതയുണ്ടെന്നുള്ളത്. But that God is a good God. He should stop. ദൈവം നല്ലവനല്ലേ? ദൈവം ഇത് നിർത്തേണ്ടതല്ലേ? നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ദൈവത്തിന് കൂടുതൽ വിലയേറിയത്, ഈ ലോകത്തിലെ ചെറിയ ചെറിയ കഷ്ടങ്ങളല്ല. If I respond it as an atheist, anyway, this is going to be in the YouTube and all, already I have been given a lot of names that somewhere in my Sunday class also the people think that I've been a bit good atheist. ഒരു നിരീശ്വരന്റെ വീക്ഷണകോണിൽ നിന്ന് ആ കാര്യത്തിന് ഞാൻ ഉത്തരം പറയാനായിട്ട് ഇപ്പം ശ്രമിക്കുന്നില്ല. കാരണം എൻ്റെ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ തന്നെ പിള്ളേർ ചിലപ്പം സംശയിക്കാറുണ്ട്, അല്പം ഏത്തിസമൊക്കെ അല്ലെങ്കിൽ നിരീശ്വരവാദം എന്നിലുണ്ടോ എന്ന്. If God is good, why is he not stopping his children from the suffering? That's a simple statement. ദൈവം നല്ലവനാണെങ്കിൽ തൻ്റെ മക്കൾ കഷ്ടതയിലൂടെ കടന്നു പോകുന്നതിൽ നിന്ന് എന്തുകൊണ്ട് ദൈവം പരിഹാരം ഉണ്ടാക്കുന്നില്ല, തടയുന്നില്ല? ദൈവത്തിന്റെ നന്മയും കഷ്ടതയും തമ്മിലൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് സഹോദരൻ പറഞ്ഞത്. Okay, that is from the God's perspective, but in my perspective I am suffering.
ദൈവത്തിന്റെ വീക്ഷണകോണിൽ അത് ശരിയാ, പക്ഷേ എന്റെ വീക്ഷണകോണിൽ നോക്കുമ്പോൾ ഞാൻ I am suffering കഷ്ടത and അനുഭവിക്കുക. I am suffering and God should allow his children to be safe and to be away from the suffering, right? ഞാൻ കഷ്ടപ്പെടുക. അതേസമയത്ത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നത് ദൈവം തന്റെ മക്കളെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ടതാണെന്ന് തന്നെയാണ്. Such a cruel king, a governor like Pilate, he has been governing, he is a part of the government of land of Judea. God should have not even appointed him there at the first place. Number two, he should have stopped any of his cruelty as far as his own children of Galilee were concerned. ഒന്നാമതായിട്ട് തന്നെ പീലാത്തോസ് എന്നുള്ള ക്രൂരനായ മനുഷ്യനവിടെ ആകാനായിട്ട് ദൈവം സമ്മതിക്കരുതായിരുന്നു. രണ്ടാമതായിട്ട് അവൻ ക്രൂരത ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് തടയേണ്ടതായിരുന്നു. അവൻ്റെ ദൈവത്തിൻ്റെ മക്കളെ അല്ലെ ഗലീലക്കാരെ കൊല്ലുന്നത് ദൈവം തടയേണ്ടതായിരുന്നു. Are you able to follow me? What is the problem we all are going through? നമ്മളെല്ലാം ചിന്തിക്കുന്ന ആ പ്രശ്നം എന്താണെന്ന് നിങ്ങളെല്ലാം ധരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. True. ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ആദ്യ മനുഷ്യനിൽ കൂടെ പാപം വന്നതുകൊണ്ട് ഈ സഫറിങ് എന്ന് പറയുന്നത് അതിനുള്ള ഒരു ശിക്ഷയും കൂടാണ്. അപ്പം അത് ഒരു നാച്ചുറൽ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പരിണിത ഫലമാണ്. Okay. I know we all are struggling one or other way. നമ്മളെല്ലാവരും ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമപ്പെടുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് എനിക്കറിയാം. And some of us, we have no answer. ചിലർക്ക് അതിന് ഉത്തരമേ കാണത്തില്ല. Some of have the answer which is not right. നമുക്ക് ചിലർക്കൊക്കെ ഉള്ള ഉത്തരമുണ്ടായിരിക്കും, പക്ഷെ അത്ര ശരിയായിരിക്കണമെന്നില്ല. But if we dig deep, it will again go into agnoism. നമ്മളത് കൂടുതൽ ആഴത്തിലേക്ക് പോയാൽ ഒരു പക്ഷെങ്കിൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയമുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോയി എന്ന്. So we have to have a very clarity on that. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു വ്യക്തത വേണം. I know I am going to take this session which is not merely going to be philosophical or theological, but this has even more sensitivity to that. ഞാൻ ഇത് വെറൊരു തത്വചിന്താപരമായിട്ടുള്ളൊരു ക്ലാസ്സോ അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള ക്ലാസ്സോ ആയിട്ട് എടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടുതൽ നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് എടുക്കാൻ. Because we all struggle one or other way. കാരണം നമ്മളിൽ പലരും ഈ കാര്യങ്ങളിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. And when we struggle, we do ask question, God, where are you when I'm struggling? നമുക്ക് അതിന് ഒരു വ്യക്തമായിട്ടുള്ള ഉത്തരവില്ലാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തോട് ചോദിക്കും, ദൈവമേ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നത്? Why me alone, O God? എന്തുകൊണ്ടാണ് ഞാൻ മാത്രം ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി? Why my child only, O God? എന്റെ കുഞ്ഞിന് മാത്രം എന്താണ് ഇങ്ങനെ? My father, my mother only, O God? എന്റെ അമ്മയ്ക്കും എന്റെ അപ്പനും മാത്രം എന്താ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ? Because problem hits us more when it is so personal. കാരണം ഓരോ പ്രശ്നവും നമ്മളെ നേരിട്ട് ബാധിക്കും, അത് നമ്മളെ കൂടുതൽ ചിന്താകുലരാക്കും. And that we go back to God and then we start questioning God, where are you? അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ദൈവത്തിന്റെ അടുത്തേക്ക് മടങ്ങി ചെന്നിട്ട് ദൈവമേ നീ എവിടെയാണ് എന്ന് ചോദിക്കും. Yes, at times God gives us the answer from his own word to give us his own solace. ശരിയാണ്, ദൈവവചനം പലപ്പോഴും നമുക്ക് ആശ്വാസം തരുന്നുണ്ട്. But that concrete conviction is something, we struggle most of the time. എന്നാൽ സമ്പൂർണ്ണമായിട്ടുള്ള ഈ വിഷയത്തെക്കുറിച്ചുള്ള ഉറപ്പ് നമുക്ക് പലപ്പോഴും ഉണ്ടായിരിക്കണം. So I want to dig the whole thing deep so that it can be concreted in your Christian faith. ഇത് കൂടുതൽ ആഴത്തിൽ പഠിച്ച് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ച് വളരെ സുനിശ്ചിതമായിട്ടുള്ള ഒരു വീക്ഷണം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Number one, ഒന്നാമതായിട്ട്, when God has created this world and if there is an evil, somehow we summarize that God has the moral authority of creating even the evil. ഈ ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ നമ്മൾ ദുഷ്ടത കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ദൈവത്തിന് അങ്ങനെയുള്ള കഷ്ടത സൃഷ്ടിക്കാനുള്ള ഒരു ധാർമ്മിക
അവകാശമുണ്ട് എന്ന് ചിന്തിക്കാൻ Somehow we misunderstand that he is even the author, not only for the goodness but also for the evil. നമ്മൾ പലപ്പോഴും ഈ ലോകത്തിലെ ദുഷ്ടതയൊക്കെ ചമയ്ക്കുന്നവൻ ദൈവമാണ്, ധാർമ്മിക ഉത്തരവാദിത്വം ദൈവത്തിനാണ് എന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. So that is one of a statement we quite often struggle with. അതാണ് നമ്മൾ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന ഒരു വീക്ഷണകോണം. So let us try to break this whole statement. ഈ പ്രസ്താവനയെ നമുക്ക് ഒന്നുകൂടെ പരിശോധിക്കാം. Number one, I'll be taking it in 3 different ways. അത് 3 തരത്തില് ചിന്തിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Number one, ഒന്നാമതായിട്ട് quite often you will hear even with the atheism that if there is a machine which is going to crush all the children, the developer of the machine should not have developed this machine at the first place. നമ്മൾ സാധാരണ നിരീശ്വരന്മാരൊക്കെ നമ്മളോട് പറയുന്ന ഒരു വീക്ഷണമുണ്ട്. അതായത് ഒരു യന്ത്രം അത് കുഞ്ഞുങ്ങളെ എല്ലാം നശിപ്പിക്കാൻ പോവുകയാണെങ്കിൽ ആ യന്ത്രം ഉണ്ടാക്കിയ ആൾ അങ്ങനെ ഒരു യന്ത്രമേ ഉണ്ടാക്കാനായിട്ട് പാടില്ലായിരുന്നു. Are you able to follow me? ഞാൻ പറയുന്നത് പിന്തുടരുന്നുണ്ടോ? Yes. So God should not have created at the first place the people, those who are going to do wrong. തെറ്റ് ചെയ്യുന്നവരെ ഒന്നാമതായിട്ട് ദൈവം സൃഷ്ടിക്കാനേ പാടില്ലായിരുന്നു. That is against the foreknowledge of his capability. ദൈവത്തിന്റെ മുൻ അറിവിനെ എതിരാണ് അങ്ങനെ ചെയ്യുന്നത്. That is therefore he is the author of the evil. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് അനുവദിക്കുന്നത് കൊണ്ട് ദുഷ്ടതയുടെ നിർമ്മാതാവ് സൃഷ്ടാവ് ദൈവം തന്നെയാണ്. For example, if now we are struggling in the world over, if there is a atom bomb, ഒരു ആറ്റം ബോംബ് എവിടെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. The atom bomb was created not to prosper people but to destroy people, right? ഈ ആറ്റം ബോംബ് ഉണ്ടാക്കിയിരിക്കുന്ന ആളുകൾക്ക് നന്മ ഉണ്ടാക്കാനായിട്ടല്ല, അവരെ കൊല്ലാൻ വേണ്ടിയാ. Do you agree with me? സമ്മതിക്കുന്നുണ്ടോ? Why did they create the atom bomb at the first place? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത്? Yes, they have their own definitions. അവര് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. But at the end of the day, you are developing the whole bomb in the cost of the human lives. എന്നാൽ നമ്മൾ ആത്യന്തികമായിട്ട് നോക്കുമ്പോൾ ഈ ബോംബ് എല്ലാം ഉണ്ടാക്കുന്നത് ആളുകളെ കൊല്ലാനായിട്ട് തന്നെയാണ്. But you cannot take that logic into the concept, into the logic of God in that sense. എന്നാൽ ഒരു ആറ്റം ബോംബിന്റെ പിന്നിലുള്ള യുക്തി നമുക്ക് ദൈവത്തിന്റെ കാര്യത്തിൽ പ്രയോഗിക്കാനായിട്ട് കഴിയും. Or you cannot take that machine which is going to crush the babies, that cannot be taken in the concept of God. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണമായ ആ കുഞ്ഞുങ്ങളെയൊക്കെ തകർത്ത് കളയുന്ന ആ യന്ത്രത്തിന്റെ കാര്യം ദൈവത്തിന് നമുക്ക് ബാധകമാക്കാൻ കഴിയില്ല. You cannot say that God, knowing or having a foreknowledge of the situation and he being the creator, he is the author of the evil. ദൈവത്തിന് മുന്നറിവുണ്ട്, സർവ്വജ്ഞാനമുണ്ട്. അതുകൊണ്ട് ദൈവം അറിഞ്ഞുകൊണ്ട് സൃഷ്ടിച്ചതിനാൽ ദൈവം തന്നെയാണ് ആ ദുഷ്ടതയുടെ നിർമ്മാതാവ് എന്ന് പറയാൻ. I'll be taking it in 3 different directions. 3 വ്യത്യസ്തമായ ദിശകളിൽ ഇത് ചിന്തിക്കാം. Number 1, ഒന്നാമതായി the fundamental causation has its own differences. ഒന്നാമതായിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള നിർമ്മിതി അല്ലെങ്കിൽ കാരണനായി തീരുക എന്ന് പറയുന്ന കാര്യത്തില് Differences. വ്യത്യാസമുണ്ട്. Okay, I'll explain it in simpler way. ഒന്നുകൂടെ ലളിതമായിട്ട് വിശദീകരിക്കാം. The first cause of God was to create the human being. ദൈവത്തിന്റെ ഒന്നാമത്തെ സൃഷ്ടികർമ്മം എന്ന് പറയുന്നത് മനുഷ്യനെ ഉണ്ടാക്കുക എന്നുള്ളത്. Create the human being with a free will. മനുഷ്യനെ സ്വതന്ത്ര ഇച്ഛയോടുകൂടെ സൃഷ്ടിക്കുക. Now, coming back to the second cause. രണ്ടാമത്തെ ദൈവത്തിന്റെ നിർമ്മാണം എന്ന് പറയുന്നത്. No. Fundamental first cause was God created man. ദൈവത്തിന്റെ ഒന്നാമത്തെ അടിസ്ഥാനപരമായിട്ടുള്ള നിർമ്മിതി എന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളത്. Second fundamental cause is the expression or the free will of the human being. രണ്ടാമത്തേത് ദൈവത്തിന്റെ ആ നിർമ്മിതിയിലെ പ്രാധാന്യമേറിയ കാര്യം എന്ന് പറയുന്നത് മനുഷ്യന് സ്വതന്ത്ര ഇച്ഛ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത്. Now, with this second cause or with the free will which has been created, given by God to the mankind, this man does something which can be good, which is something which can be evil. സ്വതന്ത്ര ഇച്ഛയോടുകൂടെ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യന് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനുള്ള അവകാശം സിദ്ധിക്കുകയാണ്. So God
being an author, God being the first causer, has no control over the second cause of or the second expression of the human being. അതുകൊണ്ട് മനുഷ്യ നിർമ്മിതി എന്ന ദൈവത്തിന്റെ ആദ്യ നിർമ്മിതി നടത്തുന്ന ആളെന്നുള്ള നിലയ്ക്ക് തൻ്റെ രണ്ടാമത്തെ നിർമ്മിതിയായ ആ സ്വതന്ത്ര ഇച്ഛയിൽ ദൈവത്തിന് ഒരു നിയന്ത്രണവുമില്ല. I'm giving you another example, then you will have an understanding on that sense. ഞാനൊരു ഉദാഹരണം കൂടെ പറയുമ്പോൾ ആ കാര്യത്തിൽ കുറച്ചുകൂടെ വ്യക്തത വരും. A machine was created to crush babies. ഒരു യന്ത്രം ഒരാൾ ഉണ്ടാക്കിയത് കുഞ്ഞുങ്ങളെ തകർത്ത് കളയാനായിട്ടാണ്. What is the first cause? അതിലെ ഒന്നാമത്തെ ഉദ്ദേശം എന്താണ്? First cause is man creating the machine, and the second cause of the machine is machine crushing the babies. ഒന്നാമത്തെ നിർമ്മിതി എന്ന് പറയുന്നത് ആ മെഷീൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ യന്ത്രം ഉണ്ടാക്കുക. അതിൻ്റെ രണ്ടാമത്തെ അത് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ തകർത്ത് കളയുക. So this person who has developed the machine has the control over the second cause. ഇതിൽ രണ്ടാമത്തെ കാര്യമായ കുഞ്ഞുങ്ങളെ തകർത്ത് കളയുക എന്നുള്ള കാര്യത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം ചെയ്യുന്ന ആ യന്ത്രത്തെ സൃഷ്ടിക്കുന്നവനായ മനുഷ്യന് നിയന്ത്രണമുണ്ട്. But in the case of the human being, എന്നാ മനുഷ്യന്റെ കാര്യത്തില് God has given the free will for the mankind to perform his responsibilities. മനുഷ്യന് തന്റെ ഉത്തരവാദിത്തങ്ങള് നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകിയിരിക്കുന്നതിനാൽ So second cause has no control, or he has no expression over the author of the one who has created the first cause. അതുകൊണ്ട് സൃഷ്ടിതാവ് എന്നുള്ള നിലയില്, കാരണക്കാരൻ എന്നുള്ള നിലയില് ദൈവത്തിന് രണ്ടാമത്തെ കാര്യത്തില്, അതായത് സ്വതന്ത്ര ഇച്ഛയുണ്ടെന്നുള്ള കാര്യത്തില് ഒരു നിയന്ത്രണവും ഉണ്ടാകാൻ കഴിയില്ല. Imagine I buy a piano. സങ്കല്പിക്കാം, ഞാനൊരു പിയാനോ വാങ്ങിച്ചെന്ന് And I play the most saddest funeral music throughout my life. ആ പിയാനോയിലൂടെ ഞാൻ ഏറ്റവും ശോകസാന്ദ്രമായ ശവസംസ്കാരത്തിനൊക്കെയുള്ള പാട്ട് അതിലൂടെ പാടുക എന്ന് വിചാരിക്കുക. Now, the developer of the piano has any of the right, or can he be blamed for these sad songs? ഈ പിയാനോ ഉണ്ടാക്കിയ ആളിനെ ഞാൻ ഈ ശോകഗാനം പാടിയതിന് കുറ്റപ്പെടുത്താനായിട്ട് കഴിയുമോ? Are you able to follow me? ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. That one who has developed, one who has manufactured this piano has no say on the way I play the piano. ഈ പിയാനോ ഉണ്ടാക്കിയ ആ നിർമ്മാതാവിന് ഞാൻ ഇതെങ്ങനെ പാടുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു നിയന്ത്രണവുമില്ല. He cannot be blamed for the music what I play in the piano. ഞാൻ ഈ പിയാനോയിൽ പാടുന്ന സംഗീതത്തിന് ആ നിർമ്മാതാവിന് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ല. Understood? പിടികിട്ടിയോ? First cause of the man was, the one who manufactured the piano was, he manufactured the piano for the music, for all 7 chords. പിയാനോ ഉണ്ടാക്കിയവൻ ആ ഉദ്ദേശിച്ച കാരണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പാട്ട് പാടുന്ന ഒരു പിയാനോ ഉണ്ടാക്കുക എന്നുള്ളത്. It can be for the happy moment, it can be for the sad moment, it can be for the pop, it can be for the rap, whatever. അത് എന്ത് കാര്യത്തിന് വേണ്ടിയുള്ള പാട്ടുമാകാം, സന്തോഷത്തിന് വേണ്ടിയോ അല്ലെ ദുഃഖ സമയത്ത് വേണ്ടിയോ അല്ലെങ്കിൽ റാപ്പ് സംഗീതമോ അല്ലെ പോപ്പ് സംഗീതമോ എന്തും പാടാനായിട്ട് ഉപയോഗിക്കാം. But I am using the piano only for the sad song. That is my problem, the second cause. എന്നാൽ രണ്ടാമത് സംഭവിക്കുന്ന കാര്യമായിട്ടുള്ള ശോകഗാനം പാടുന്നു എന്നുള്ളത് എൻ്റെ സ്വതന്ത്ര ഇച്ഛ ഉപയോഗിച്ച് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. Because he created the piano, he is not blamed for the sad song what I play. ആ പിയാനോ നിർമ്മാതാവാണ് പിയാനോ ഉണ്ടാക്കിയെന്നുള്ളത് കൊണ്ട് ഞാൻ ശോകഗാനം പാടിയതിന്റെ ഉത്തരവാദിത്വം അവനില്ല. God cannot be blamed for the free will, for the wrongdoing of the mankind, for through which he does the through free will what he does the evil. അതുപോലെ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് മനുഷ്യൻ സ്വതന്ത്ര ഇച്ഛ ഉപയോഗിച്ച് ചെയ്യുന്ന തെറ്റുകൾക്കുള്ള ഉത്തരവാദിത്വം ഇല്ല. God created Pilate in his image. ദൈവം വാസ്തവത്തിൽ പീലാത്തോസിനെ സൃഷ്ടിച്ച തന്റെ സ്വരൂപത്തിലാണ്. Do you agree with me? സമ്മതിക്കുന്നുണ്ടോ? Yes, God created Pilate also in his image. അതെ, പീലാത്തോസിനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിലാണ്. God gave Pilate also the free will.
അതുപോലെ പീലാത്തോസിനും ദൈവം സ്വതന്ത്രയിച്ച കൊടുത്തു. Pilate was given all kind of expressions, all kind of characters which God had in him, in them. ദൈവത്തിലുണ്ടായിരുന്ന അനേക സ്വഭാവ വിശേഷങ്ങൾ പീലാത്തോസിന് ദൈവം നൽകി. But Pilate, instead of using it for the sake of God, he used it against God. അത് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം പീലാത്തോസ് ദൈവത്തിനെതിരെ ഉപയോഗിച്ചു എന്ന് മാത്രം. The first cause was creating the mankind Pilate, but Pilate himself going for the second cause, doing wrong. ഒന്നാമത്തെ ദൈവം ചെയ്ത കാര്യം എന്ന് പറയുന്നത് പീലാത്തോസിനെ നിർമ്മിക്കുന്നതാണ്. എന്നാൽ പീലാത്തോസിനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ പീലാത്തോസാണ് രണ്ടാമത്തെ കാര്യം ചെയ്യുന്നത്. അത് തനിക്ക് താൻ ചെയ്താത്ത കാര്യം ചെയ്തു എന്ന്. So second cause cannot be blamed for the creator, for the God. രണ്ടാമത് നടക്കുന്ന സംഭവം ആ സൃഷ്ടിതാവായ ദൈവത്തിന്റെ മേൽ ആരോപിക്കാനായിട്ട് കഴിയുകയില്ല. It is a fallacy. അത് ഒരു തർക്കാഭാസമാണ്. You cannot ask God to make a square circle. ദൈവത്തോട് ഒരു ചതുരത്തിലുള്ള വട്ടം വരയ്ക്കാനായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും. God can only do one part, one side. God can only create one cause. ദൈവത്തിന് ഈ മനുഷ്യ സൃഷ്ടിയുള്ള ബന്ധത്തിൽ ഒരു കാര്യമേ ചെയ്യാൻ കഴിയത്തുള്ളൂ, അവനെ സൃഷ്ടിക്കുക എന്നുള്ളത്. And rest he has given the free will so that they can do their own. ബാക്കിയുള്ള കാര്യങ്ങളിൽ മനുഷ്യന് സ്വതന്ത്രയിച്ച നൽകിയിരിക്കുകയാണ്, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ. So number one, the fundamental causation have the differences. ഒന്നാമതായിട്ട് ഈ സൃഷ്ടിയോടുള്ള ബന്ധത്തിലുള്ള ഉത്തരവാദിത്വത്തിന് വ്യത്യാസമുണ്ട്. Number two, രണ്ടാമതായിട്ട് foreknowledge does not imply for the causation. ആരെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന കാര്യത്തെ നിയന്ത്രിക്കാനായിട്ട് ദൈവം തന്റെ മുന്നറിവ് ഉപയോഗിക്കുന്നില്ല. Historian will be knowing that there will be a war in the days to come. Historian will be knowing that there will be war in the days to come. ഒരു പക്ഷേ ഒരു ചരിത്രകാരന് വരാനുള്ള ദിവസങ്ങളിൽ ഒരു യുദ്ധം വരാനുള്ള സാധ്യതയുണ്ടെന്ന് അറിയാം. So there were so many people, they were forecasting, seeing the ship and the fighter planes all getting accumulated in the Middle East. മധ്യപൂർവേഷ്യ ദേശത്ത് തന്നെ ഇപ്പോഴ് പല വിമാനങ്ങളെയും സന്നാഹങ്ങളെയൊക്കെ സ്വരുക്കൂട്ടുന്നത്, കപ്പലുകളെയൊക്കെ സ്വരുക്കൂട്ടുന്നത് കാണുമ്പോൾ തന്നെ യുദ്ധം ഉണ്ടാകാൻ പോകുന്നു എന്ന് അറിയാൻ പറ്റും. There had been lot of discussions world over. അതിനെക്കുറിച്ച് പല ചർച്ചകളും ലോകം മുഴുവൻ നടക്കുന്നുണ്ട്. I also, if suppose being discussing the matter that there is going to be war in the days to come, വരുന്ന ദിവസങ്ങളിൽ ഒരു യുദ്ധം ഉണ്ടാകാൻ പോകുന്നു എന്ന് നമ്മൾ തന്നെ ചർച്ച ചെയ്യാറുണ്ട്. But I particularly, or we particularly, should not be blamed for the war happening there in the Middle East. എന്നാൽ നമുക്ക് അറിവുള്ളത് കൊണ്ട് മാത്രം മധ്യപൂർവദേശത്ത് യുദ്ധം ഉണ്ടായതിന് നമ്മളെ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല. Are you able to follow me? ഞാൻ പറയുന്നത് പിന്തുടരുന്നുണ്ടോ? God knows that Pilate is going to kill them. ദൈവത്തിനറിയാം പീലാത്തോസ് അവരെ കൊല്ലുമെന്ന്. But God should not be blamed for the action of Pilate here. എന്നാൽ പീലാത്തോസിന്റെ പ്രവർത്തനത്തിന് ദൈവത്തെ കുറ്റപ്പെടുത്താൻ കഴിയുകയില്ല. It is his problem. അത് അവന്റെ പ്രശ്നമാണ്. His evilness. അവന്റെ ദുഷ്ടതയാണ് അത് കാണിക്കുന്നത്. That is his problem. His evilness cannot be blamed for somebody else. അത് അവന്റെ പ്രശ്നമാണ്, അതിന് മറ്റൊരാളെ കുറ്റപ്പെടുത്താനായിട്ട് കഴിയുകയില്ല. So foreknowledge does not imply for the causation. ഒരു കാര്യം ചെയ്യുന്നതിന് ഒരു കാരണമായിട്ട് മുന്നറിവിരിക്കുന്നില്ല. Third, മൂന്നാമതായിട്ട് arguments explain so much in this, but there is no substance to that. ഈ വാദഗതികള് പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്, എന്നാൽ അതിനകത്തൊന്നും അടിസ്ഥാനപരമായിട്ട് കാര്യമൊന്നുമില്ല. Example, if God knows X, ദൈവത്തിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ ദൈവത്തിന് എക്സ് എന്ന് പറയുന്ന ഒരാളെ അറിയാമെന്ന് വിചാരിക്കുക. or God knows through his foreknowledge that there is going to be X. അല്ലെങ്കിൽ ദൈവത്തിന് അറിയാം തന്റെ മുന്നറിവില് എക്സ് എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടാകാനായിട്ട് പോകുന്നു. So whatever X is going to be, like there would be a bomb blast or there would be something evilness, God should not be blamed for that, right? ആ എക്സ് ചെയ്യുന്ന കുഴപ്പങ്ങൾക്ക് ഒരു ബോംബ് വെക്കുന്നു അതുപോലുള്ള കാര്യത്തിന് ദൈവത്തെ കുറ്റപ്പെടുത്താനായിട്ട് കഴിയുകയില്ല. Imagine, സങ്കല്പിക്കുക, government of Kerala now going to be a new government going to form now. ഇപ്പം കേരളത്തിൽ ഒരു പുതിയ ഗവൺമെന്റ് വരാൻ തുടങ്ങുകയാണല്ലോ. The government of Kerala realizes that the freedom given to the Keralites in 2 years' time is going to be misused.
ജനങ്ങൾക്ക് പൗരന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യം 2 വർഷത്തിനുള്ളിൽ അവർ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് ഗവൺമെന്റിന് ബോധ്യമാകുകയാണെന്ന് വിചാരിക്കുക. And they remove every freedom from Kerala. അതുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യവും വേണ്ട, കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കാമെന്ന് വിചാരിക്കുക. What do you think? നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? Is it logically correct? Politically correct? അത് യുക്തിസഹമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ ശരിയാണോ? No. Pilate should not be given the power. Pilate should not be given the free will. Pilate should not be given the expression to carry on. So he should remove Pilate itself. പീലാത്തോസിന് അവൻ ഇഷ്ടമുള്ള കാര്യം ചെയ്യാനുള്ള അനുവാദം കൊടുക്കാതിരിക്കുക, അവൻ്റെ സ്വാതന്ത്ര്യം എടുത്തു കളയുക, പീലാത്തോസിനെ തന്നെ ഉണ്ടാക്കാതെ ഇരിക്കുക, അങ്ങനെ ദൈവത്തിന് ചെയ്യാൻ പറ്റുമോ? Is it logically correct? അത് യുക്തിസഹമായിട്ട് ശരിയാണോ? Then God is, He's controlling everybody, everything. അങ്ങനെയാണെങ്കിൽ ദൈവം എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതിന് തുല്യമാണ്. Is that the way God works? അങ്ങനെയാണോ ദൈവം പ്രവർത്തിക്കുന്നത്? No. അല്ല. Imagine, I'm a father. ഞാൻ ഒരു പിതാവാണ് എന്ന് സങ്കല്പിക്കുക. My son is going to be a problem maker in the days to come. എൻ്റെ പുത്രന് വരുന്ന കാലത്ത് ഒരു പ്രശ്നക്കാരനായി തീരാൻ ഇടയാകുന്നു എന്ന് ചിന്തിക്കുക. അങ്ങനെ അല്ല. Before he is born, I'm killing him, or I'm not going for the baby. ഞാൻ അവനെ ജനിക്കുന്നതിന് മുമ്പേ എന്നെ നശിപ്പിച്ചു കളയുക, അല്ലെ അവൻ വേണ്ടാന്ന് വെക്കുക എന്ന് വിചാരിക്കുക. Is it feasible? Is it logically correct? അത് യുക്തിസഹമായിട്ട് ശരിയാണോ? It is not fair. ശരിയല്ല, ന്യായമല്ല. Exactly. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിതാവും അല്ലാതായി തീരും. Exactly. So God, if he is controlling Pilate for his doings, then he is not right. He is not God. അങ്ങനെ ഓരോ കാര്യത്തിലും ഇടപെട്ട് പീലാത്തോസ് അവന്റെ അവകാശങ്ങൾ നിർവഹിക്കാനായിട്ട് ദൈവം അനുവദിക്കാതിരുന്നാൽ ദൈവം നീതിയുള്ളവനല്ല. Pilate has to be punished. He will punish it in his own way. ഈ പീലാത്തോസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പീലാത്തോസിനെ ശിക്ഷിക്കേണ്ടതുണ്ട്, അത് ചെയ്യുകയും ചെയ്യും. God will not spare. He is a just God. ദൈവം അവനെ വെറുതെ വിടത്തില്ല. ദൈവം നീതിയുള്ള ദൈവമാണ്. God being God, God has to have his own character attributes clearly laid down before all his expressions. എന്നാൽ ദൈവമായതുകൊണ്ട് തന്റെ സ്വഭാവത്തിന്റെ വെളിപ്പെടുത്തലുകളിലെല്ലാം തന്റെ സ്വഭാവങ്ങളോട് നീതി പുലർത്തണം, തന്റെ നീതിയോട് നീതി പുലർത്തണം. So God being a great God, he cannot come and control of each one of our lives. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ എല്ലാം നിയന്ത്രിക്കാനായിട്ട് വലിയവനായ നല്ലവനായ ദൈവത്തിന് കഴിയും. He has given us a free will to carry on. നമുക്ക് സ്വതന്ത്ര ഇച്ഛ തന്ന് മുന്നോട്ട് പോകാൻ അനുവാദം. So there are 3 things which I wanted to bring before you. നിങ്ങളുടെ മുന്നിൽ 3 കാര്യങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. The foreknowledge of God being a creator has no moral authority as far as the evilness is concerned. ഈവിളിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ മുന്നറിവിന് ധാർമ്മികമായിട്ട് ആ തെറ്റുകൾ ചെയ്യാനുള്ള അവകാശത്തെ തടയാനായിട്ട് കഴിയില്ല. So tomorrow if you go through a situation, why did God not stop Pilate? Why did God not stop Saddam Hussein or Veerappan or the terrorist? We have no right to ask that sort of question, because God is not supposed to do that. നമ്മൾ ഒരാൾ ദൈവത്തോട് പറയുക, വീരപ്പനെ ഉണ്ടാക്കരുതായിരുന്നു, സദ്ദാം ഹുസൈനെ ഉണ്ടാക്കരുതായിരുന്നു, അല്ലെങ്കിൽ പീലാത്തോസിനെ ഉണ്ടാക്കരുതായിരുന്നു, അങ്ങനെ നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇല്ല. Because it's logically wrong. അത് യുക്തിസഹമായിട്ട് തെറ്റാണ്. Are you able to follow me? It's clear? പിന്തുടരാൻ പറ്റുന്നുണ്ടല്ലോ, വ്യക്തമാണല്ലോ. I know it's a bit boring. ബോറിംഗ് ഒന്നും അല്ല. Okay, now second question comes. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. So I hope this question is clear. If tomorrow somebody comes and say, God knowing everything, why did he not stop? You should know to respond them clearly.
നാളെ ആരെങ്കിലും വന്ന് ദൈവത്തിന് ഇതിനെക്കുറിച്ചൊക്കെ മുന്നമേ അറിയാമായിരുന്നിട്ട് ഇതൊക്കെ നടക്കാനായിട്ട് അനുവദിച്ചല്ലോ, ദൈവം നല്ലവനല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം പറയാൻ നമുക്കാകണം. Or even if you struggle when you go through a problem of pain, you should be able to answer yourself, your convictions in that sense. നമ്മുടെ വേദനകളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു സന്ദർഭം വന്നാലും അപ്പോഴും നമുക്ക് ആ കാര്യത്തിന് സ്വയം ഉത്തരം കണ്ടെത്താൻ കഴിയണം. Number 2. രണ്ടാമതായിട്ട്, Why is God not allowing Pilate to behave in the right way? ദൈവം എന്തുകൊണ്ട് പീലാത്തോസിനെ ശരിയായിട്ട് പ്രവർത്തിക്കത്തക്ക വിധത്തിൽ നിയന്ത്രിക്കുന്നില്ല? You know, when I was small, I always used to think, you know, God is in the heart, right? God is inside us, right? കുഞ്ഞായിരുന്നവൻ ചിന്തിക്കാറുണ്ടായിരുന്നു, ദൈവം നമ്മുടെ ഹൃദയത്തിലാണല്ലോ ഇരിക്കുന്നതെന്ന്. God can get inside the heart of the Pilate and, you know, control. No, he is going to kill that. No, I should not. And immediately he should take the right turn. ഹൃദയത്തിലിരിക്കുന്ന ദൈവം പീലാത്തോസ് ഒരു തെറ്റ് ചെയ്യാൻ ചെയ്യുമ്പോൾ അത് വേണ്ട എന്നും പറഞ്ഞ് അവനെ അതിൽ നിന്ന് തിരിച്ചു മാറ്റണമായിരുന്നു. Or if I am going to indulge in wrongdoing, God should, you know, take me away from that situations. ഞാൻ ഒരു തെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ ദൈവം ആ സാഹചര്യത്തിൽ നിന്ന് മാറ്റിക്കളയണം. Oh, God allowed me, brother, God allowed me to do, you know, wrong things. നമ്മൾ പലപ്പോഴും പറയും, സഹോദര, ദൈവം ഈ തെറ്റ് ചെയ്യാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു. You know, I used to have a couple of my friends, they used to say, God, you know, I prayed and I went out and I saw the bar and, you know, God allowed me to look at that bar and then I got entry. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിയത്, അങ്ങോട്ട് പോയപ്പോൾ ബാർ കണ്ടു, അത് കണ്ടപ്പോഴും അവിടെ പ്രവേശിക്കാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചു, ഞാനങ്ങ് പോയി. Can God be blamed for that? അതിന് ദൈവത്തെ കുറ്റം പറയാൻ കഴിയുമോ? What do you think? എന്തു പറയുന്നു? Your answer should be quick because we are running out of time. പെട്ടെന്ന് ഉത്തരം പറയണം, സമയം കഴിയാറായി. ഇല്ല. Why? എന്തുകൊണ്ട്? God is, you know, God should take the eyes, that bar, look from there. Immediately there should be something else to look at. ഞാൻ ആ ബാറിലേക്ക് നോക്കിയപ്പം തന്നെ ദൈവം എൻ്റെ കണ്ണ് വേറെ എങ്ങോട്ടെങ്കിലും തിരിച്ച് അങ്ങനെ മാറ്റണമായിരുന്നു. Or we should not be clicking something which is coming on our screen. അല്ലെ നമ്മുടെ മൊബൈലിൽ വരുന്ന ചില കാര്യങ്ങളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കത്തക്ക വിധത്തിൽ നമ്മളെ സഹായിക്കും. God allowed my finger to go there and tuck, you know, click it. എൻ്റെ വിരൽ അങ്ങോട്ടേക്ക് പോയി ആ മൊബൈലിൽ ക്ലിക്ക് ചെയ്യാൻ അനുവദിക്കാതിരിക്കണം. Who is to be blamed? അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ആരെയാ കുറ്റപ്പെടുത്തേണ്ടേ? Okay, we'll read a portion from Ecclesiastes. നമുക്ക് സഭാപ്രസംഗിയിൽ നിന്നൊരു വേദഭാഗം വായിക്കാം. Chapter 7, verse 29. 7-ാം അധ്യായം 29-ാം വാക്യം. Last verse. Ecclesiastes 7, last verse. സഭാപ്രസംഗി 7-ാം അധ്യായം അവസാനത്തെ വാക്യം. ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. We are finding the schemes. In one version it is written scheme, in one version it is written instruments to find the excuses. നമ്മൾ എന്തെങ്കിലും മുട്ടുന്യായം പറയാനായിട്ട് ചില പദ്ധതികളും അല്ലെങ്കിൽ ചില മാർഗങ്ങളും ഒക്കെ ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. But you should remember one thing very clearly. എന്നാൽ നമ്മളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് ഓർക്കണം. God has not created us to be the libertarian free will people. നമ്മൾ നമ്മുടെ സ്വതന്ത്ര ഇച്ഛാശക്തി നമുക്ക് തോന്നിയ പോലെ ഉപയോഗിക്കാമെന്ന് പഠിപ്പിക്കുന്ന ആളുകളുടെ തത്വശാസ്ത്രം അനുസരിച്ച് ജീവിക്കാനല്ല ദൈവം നമ്മളെ. God has not given us, you know, he has not created us to do only good things and be away from the bad things. അതേപോലെ തന്നെ നമ്മൾ നന്മ മാത്രം ചെയ്യുന്നവരായിട്ട് ജീവിക്കത്തക്ക വിധത്തിൽ ഫ്രീ വില്ല് തന്നെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതുമല്ല. If we been created like that, then there is no free will at that first place. അങ്ങനെ ഒരു കാര്യം മാത്രം ചെയ്യാൻ കഴിയുന്നവരായിട്ട് സൃഷ്ടിച്ച സ്വതന്ത്ര ഇച്ഛ എന്ന് പറയുന്ന സാധനമേ ഇല്ല. That is not free will at all. അത് ഫ്രീ വില്ലേ അല്ല. Then we are not in the image of God at all. അങ്ങനെ വന്നാൽ നമ്മൾ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരുമല്ല. God, when we say that we have been created by in the image of God, God has given us a free will so that we can be away from all kind of libertarian free wills. ദൈവം നമുക്ക് ഫ്രീ വില്ല് തന്നിരിക്കുന്നത്
ഈ എന്തും ചെയ്യാമെന്നുള്ള ആശയഗതിയിൽ നിന്ന് സ്വയമേവ പിൻവലിയാനും മാറി നിൽക്കാനും ഒക്കെയുള്ള കഴിവോടുകൂടെയാണ് ദൈവം നമ്മളെ. He has given us a free will to behave wrong way or to right way. ശരിയാണ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വതന്ത്ര ഇച്ഛ അനുസരിച്ച് നമുക്ക് ശരിയായിട്ടോ തെറ്റായിട്ടോ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. It will imply even to love him. അവനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ പോലും അത് He has ബാധകമാണ്. not given us some pre-recorded coding that we may be only loving him. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ള മട്ടിൽ നമ്മളെ യാന്ത്രികമായിട്ട് No, not സൃഷ്ടിച്ചിരിക്കുകയല്ല. at all. അങ്ങനെയല്ല. He wants us to have the free will. With that free will, we may just go before him as he loves us. ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് സ്വതന്ത്ര ഇച്ഛ വേണം. ആ സ്വതന്ത്ര ഇച്ഛ ഉപയോഗിച്ചിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിക്കണം. That is what he loves us to. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെയാ. He loves us with his free will. ദൈവത്തിന്റെ സ്വതന്ത്ര ഇച്ഛ ഉപയോഗിച്ചാണ് ദൈവം നമ്മളെ It is സ്നേഹിക്കുന്നത്. not because of our beauty or of our value or anything. He loves us because he loves us. നമ്മുടെ മനോഹാരിത കൊണ്ടോ നമ്മുടെ വില കൊണ്ടോ ഒന്നുമല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. ദൈവം അങ്ങനെ തീരുമാനിച്ചത് കൊണ്ടാണ്. He decided that he will love us. That's it. Full stop. ദൈവം തീരുമാനിച്ചു ദൈവം നമ്മളെ സ്നേഹിക്കുമെന്ന് അത്ര തന്നെ. Are you able to follow me? നിങ്ങൾ എന്നെ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു? Free will, absolutely free. If it has been programmed to do only good things, then it will not be free will at all. ഈ സ്വതന്ത്ര ഇച്ഛ എന്ന് പറയുന്നത് സ്വതന്ത്രം തന്നെയാണ്. നന്മ മാത്രം ചെയ്യാൻ കഴിവുള്ളതും ആണ് ആ സ്വതന്ത്ര ഇച്ഛയെങ്കിൽ അത് സ്വതന്ത്ര ഇച്ഛയേ അല്ല. Therefore, God did not stop Pilate. അതുകൊണ്ടാണ് ദൈവം പീലാത്തോസിനെ തടയാതിരുന്നത്. Because if he had created, if he had stopped Pilate in the eternity, Pilate would say that no. You know, there would be fallen angels, they would go and blame, oh, you stopped Pilate to do wrong. നിത്യതയിൽ ഒരുപക്ഷെ ദൈവം അങ്ങനെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ പീലാത്തോസ് തന്നെ ദൈവത്തെ ചോദ്യം ചെയ്യും. അതുപോലെ വീണുപോയ ദൂതന്മാരും ഒക്കെ പറയും പീലാത്തോസ് അങ്ങനെ ചെയ്യാതിരുന്നത് നീ നിയന്ത്രിച്ചത് കൊണ്ടാണെന്ന്. Are you able to follow me? ഞാൻ പറയുന്നത് പിന്തുടരാൻ പറ്റുന്നുണ്ടോ? God is a just God and he cannot compromise when it comes to his justice. ദൈവത്തിന്റെ നീതി സംബന്ധിച്ച ദൈവത്തിന് ഒരിക്കലും ഒരു ഒത്തുതീർപ്പിനും കഴിയില്ല. അവൻ സമ്പൂർണ്ണമായിട്ട് നീതിമാനായിരിക്കും. It is your free will which will determine your position in the eternity. നമ്മുടെ ഫ്രീ വില്ല്, നമ്മുടെ സ്വതന്ത്ര ഇച്ഛ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് നിത്യതയിലുള്ള നമ്മുടെ സ്ഥാനം നിശ്ചയിക്കുന്നത്. So I'll quickly go. ഞാൻ പെട്ടെന്ന് പോകാം. Now 8:30. 8:27. Yeah. So can I take 5 more minutes? 5-7 minutes? 5 മിനിറ്റ് എടുക്കാമല്ലോ. Okay, we'll take one more question quickly and then we'll finish. ഒരു ചോദ്യം കൂടെ എടുത്ത് നമുക്ക് പെട്ടെന്ന് അങ്ങ് തീർക്കാം. So we have taken 2 questions so far. നമ്മൾ 2 ചോദ്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. For having a foreknowledge, why did he God having the foreknowledge, why did he not stop Pilate? മുന്നറിവുള്ള ദൈവം എന്തുകൊണ്ട് പീലാത്തോസിനെ തടഞ്ഞില്ല? അതാണ് ഒന്നാമത്തെ ചോദ്യം. Second, 2, why did God not give that programmed free will to Pilate? എന്തുകൊണ്ട് ഒരു കാര്യം അല്ലെങ്കിൽ നന്മ മാത്രം ചെയ്യാവുന്ന മുന്നമേ നിർണയിക്കപ്പെട്ട ഒരു ഫ്രീ വില്ല് എന്തുകൊണ്ട് ദൈവം പീലാത്തോസിന് കൊടുത്തില്ല? 3. ചോദ്യം. 3, why did God create Pilate at the first place? എന്തുകൊണ്ട് ദൈവം പീലാത്തോസിനെ തന്നെ സൃഷ്ടിച്ചു? Or why did God create you and me to suffer in this world? ദൈവം എന്നെ നിങ്ങളെ ഈ ലോകത്തിൽ കഷ്ടപ്പെടാനായിട്ട് എന്തിനു സൃഷ്ടിച്ചു? He could have directly taken us, he would have created a being to be there in the heaven. നമ്മളെ സൃഷ്ടിക്കാതെ തന്നെ ഒരു സത്തയായിട്ട് നമ്മളെ അങ്ങ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമായിരുന്നു. Why did he create us? എന്തുകൊണ്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചു? Why to suffer so much in the world? നമ്മൾ എന്തുകൊണ്ട് ഈ ലോകത്തിൽ ഇത്രയധികം കഷ്ടപ്പെടേണ്ടി വരുന്നു? Why to write NEET and JEE and 12th and PG and degree and why? ഈ അഡ്മിഷൻ വേണ്ടിയുള്ള ഈ കഷ്ടപ്പെട്ട ടെസ്റ്റുകളൊക്കെ എഴുതേണ്ട ഈ ഗതികേട് ഇതൊക്കെ എന്തിനാ ഉണ്ടാക്കി? Why to struggle like TB and me, making the fees requirement and all that? പഠിക്കാനുള്ള ഫീസ് കണ്ടെത്തുന്നതിന് ടിവിയും ഞാനും ഒക്കെ കഷ്ടപ്പെടുന്നല്ലോ. എന്തിനാ? Why so much of suffering in the world? എന്തുകൊണ്ട് ഈ ലോകത്തിൽ ഇത്രയധികം കഷ്ടത? Why did God not create a being, a human being directly for the sake of heaven? ദൈവത്തിന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സ്പെഷ്യലായിട്ട് കുറെ പേരെ അങ്ങ് സൃഷ്ടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാൽ പോരായിരുന്നോ? Why so much of pain? എന്തുകൊണ്ട് ഇത്രയധികം വേദന? What do you think? എന്തു പറയുന്നു? Value? ദൈവം എൻ്റെ ചോയ്സിനെ വിലമതിക്കുന്നു. What is your choice to come in this world? Did you have any choice?
ഈ ലോകത്തിലേക്ക് വരാനുള്ള ചോയ്സ് നമുക്ക് ഇല്ലായിരുന്നല്ലോ. അപ്പം അതിന് ഉത്തരമായിട്ട് പറയുന്നത് ഇല്ല, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് എൻ്റെ ഇഷ്ടമൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. Why? So he wants us to go through all the suffering. Again, I am going through the say, is he not a cruel God? ദൈവത്തിന് ഞാൻ അങ്ങനെ എൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ച് ദൈവത്തെ തിരഞ്ഞെടുക്കണമെന്നുള്ളതാണ് ആഗ്രഹം. Yes. So is he not a cruel God to put me in this perilous world to go through the suffering and അങ്ങനെയാണ് pain? ഈ കഷ്ട നിറഞ്ഞ ലോകത്തിൽ എന്നെ ആക്കിയിരിക്കുന്ന ദൈവം ക്രൂരനല്ല എന്ന് പറയാൻ കഴിയുമോ? നേരത്തെ ചർച്ച ചെയ്തതുപോലെ നമുക്ക് സ്വതന്ത്ര ഇച്ഛ തന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കഷ്ടത വരുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. Have you ever thought about it? ചിന്തിച്ചിട്ടുണ്ടോ ഈ വിഷയത്തെക്കുറിച്ച്? I mean, I don't know. I mean, I ask so much of question. My mother used to say, "Evada na question varunde. Shut your mouth and get out." ഞാൻ പലപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും, വായടക്കിട സ്ഥലം വിടുന്ന അമ്മ പറയാറുണ്ടായിരുന്നു. Why did God not directly create? I mean, why Garden of Eden? Why this planet Earth? Directly, planted in the just before the crystal sea, where God sits. എന്തിനാണ് ഈ ഏദൻ തോട്ടമൊക്കെ സൃഷ്ടിച്ചാൽ നമ്മളെ ഇങ്ങനെ ഭൂമിയിലാക്കിയിരിക്കുന്നത്? അതിന് വരെ സ്വർഗത്തിലേക്ക് നേരിട്ട് അങ്ങ് സൃഷ്ടിച്ചാൽ പോരായിരുന്നോ? Created in His own image. ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച് just be there. അവിടെ സന്തോഷമായിട്ടിരുന്നാൽ പോരായിരുന്നു? Why? എന്തുകൊണ്ട് സൃഷ്ടിച്ചു? Why so much of suffering? എന്തുകൊണ്ട് ഇത്രയധികം വേദനകളും കഷ്ടതകളും? നല്ല ഡോക്ടറാണെങ്കിൽ പരീക്ഷ വേണം, അതേ ഉള്ളൂ കാര്യം. ഒന്നാം ഉത്തരം. Is there any difference between glorified saints and a pre-fallen man? Fallen man. വീഴ്ചയുടെ മുമ്പുള്ള മനുഷ്യനും വിശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? Pre-fallen man means the Adam and Eve in the Garden of Heaven, Garden of Eden before sin, and the glorified saints in the heaven. വീഴ്ചയുടെ മുമ്പുള്ള നിഷ്കളങ്കരായ അവസ്ഥയിൽ ഉണ്ടായിരുന്ന ആദാമിന്റെയും ഹവ്വയുടെയും അവസ്ഥ, അതേപോലെ തന്നെ വീണ് കഴിഞ്ഞ് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ അവസ്ഥ, ഇതിലേതാണ്? Those who go in the heaven. What is the difference? വിശുദ്ധന്മാരായിട്ടുള്ളവര് രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. That's the difference. അതാണ് ആ വ്യത്യാസം. As Ajay uncle said, there would be always a difference between the love or the expression of love or the gratitude of love between angel and the glorified saints. എല്ലായ്പ്പോഴും ദൂതന്മാരും അതുപോലെ വിശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യരും തമ്മിൽ ദൈവത്തോടുള്ള ആ നന്ദിയുടെ അളവിന് വ്യത്യാസം കാണും. That is why the expression of love is through the blood of Jesus Christ when we come before God. നമ്മൾ ദൈവസന്നിധി വരുമ്പോൾ യേശുക്രിസ്തു ദൈവത്തോടുള്ള ആ നന്ദി യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ വെളിച്ചത്തിലാണ്. And that cannot be experienced by angel or any other being. അത് ദൂതന്മാർക്കോ മറ്റ് ഏതെങ്കിലും സ്വർഗീയ ജീവികൾക്കോ അനുഭവിക്കാൻ So കഴിയത്തില്ല. God wanted that we may have that free will expression of loving Him, and that should be through His Son Jesus Christ. നമ്മള് നമ്മുടെ സ്വതന്ത്ര ഇച്ഛയിലൂടെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരവസ്ഥ, അതും തന്റെ പുത്രനിലൂടെ സ്നേഹിക്കുന്ന ഒരവസ്ഥ വേണമെന്നുള്ളതായിരുന്നു ദൈവം. Are you able to follow me? ഞാൻ പറയുന്നത് പിന്തുടരുന്നുണ്ടോ? The importance of His Son. തന്റെ പുത്രന്റെ പ്രാധാന്യം. God did not want to get the glory of His own. ദൈവത്തിന് തന്റെ മഹത്വം തനിക്ക് തന്നെ വേണമെന്ന് നിർബന്ധം. He wanted to have His glory through His Son Jesus Christ. ദൈവത്തിനും തന്റെ പുത്രനിലൂടെയാണ് തന്റെ മഹത്വം. That we may love Him through His Son.
നമ്മൾ ഓരോരുത്തരും തന്റെ പുത്രനിലൂടെ ദൈവത്തെ How will we love? നമ്മൾ എങ്ങനെ സ്നേഹിക്കും? We will understand how fallen we are. നമ്മൾ എത്ര വീഴ്ച വന്നവരാണ് നമ്മൾ മനസ്സിലാക്കുന്നു. How worst sinner I am. ഞാൻ എത്രയോ കഠിനനായ ഒരു പാപിയാണെന്ന് എനിക്ക് മനസ്സിലാകും. How much redemption required in my life. എനിക്കൊരു വീണ്ടെടുപ്പിന്റെ ആവശ്യം എത്രയധികമാണ്. I cannot go to God without Jesus Christ. യേശുക്രിസ്തു ഇല്ലാതെ എനിക്ക് ദൈവത്തിങ്കിലേക്ക് പോകാൻ കഴിയില്ല. I have only one option, that is through Jesus Christ. എനിക്ക് യേശുക്രിസ്തുവിലൂടെയുള്ള ഏക മാർഗ്ഗമേ എന്നുള്ള So ബോധ്യം വരുന്നു. when I come to know through Jesus Christ the great God, my dependency on God relies more. ഞാൻ യേശുക്രിസ്തുവിലൂടെയുള്ള ആ വിടുതലിനെ കുറിച്ച് ബോധ്യമുള്ളവനായി തീരുമ്പോൾ ദൈവത്തിലുള്ള എന്റെ ആശ്രയത്വം വർദ്ധിക്കുന്നു. And there comes the glory to God through his son. അങ്ങനെ ദൈവത്തിന്റെ പുത്രനിലൂടെ മഹത്വം ഉണ്ടാകുന്നു. Are you able to understand the difference? ആ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? That cannot be experienced by any of the angel. ഒരു ദൂതന്മാർക്കും അത് അനുഭവിക്കാനായിട്ട് കഴിയില്ല. That cannot be experienced by any of the cherubim or any of the heavenly beings. സ്വർഗത്തിലുള്ള കെരൂബുകൾക്കോ മറ്റ് സ്വർഗീയ ജീവികൾക്കോ അത് അനുഭവിക്കാൻ That can കഴിയില്ല. only be experienced by people, those who have gone through so much of pain, so much of suffering, so much of fallen problems in this world. ഇങ്ങനെ വീഴ്ചയുടെ അനേക പ്രശ്നങ്ങള്, അനേക കഷ്ടതകള്, വേദനകളൊക്കെ അനുഭവിച്ച നമ്മളെ പോലുള്ളവർക്കേ അത് അനുഭവിക്കാൻ That കഴിയുകയുള്ളൂ. we come to a point understanding that yes, this is the end. I cannot go any further without the blood of Christ Jesus. നമ്മൾ ഒരു സമയത്ത് ഒരു തീരുമാനത്തിലേക്ക് വരിക, എനിക്ക് ഇതിനപ്പുറത്തേക്ക് യേശുക്രിസ്തുവിന്റെ രക്തമില്ലാതെ പോകാൻ കഴിയുകയില്ല എന്നുള്ള. And there comes my dependency, my love for God. അവിടെയാണ് ദൈവത്തിലുള്ള എന്റെ ആശ്രയവും ദൈവത്തോടുള്ള എന്റെ സ്നേഹവും. And that makes me different in the heavenly positions. അത് സ്വർഗത്തിലെ അവസ്ഥയിൽ എന്നെ വ്യത്യസ്തനാക്കും. Are you able to understand? മനസ്സിലാകുന്നുണ്ടോ? You know, C.S. Lewis tells it beautifully. C.S. ലൂയിസ് എന്ന് പറയുന്ന പണ്ഡിതന് ഇത് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. We are not going to be in the heaven for the as a spiritual tourist. നമ്മൾ ടൂറിസ്റ്റുകളായിട്ട് അല്ലെ കാഴ്ച കാണാൻ പോകുന്നവരായിട്ട് അല്ല സ്വർഗത്തിൽ പോകാൻ പോകുന്നത്. We are going to experience the great God, that great what do you call great we are going to go to God with that great love, that great gratitude through Jesus Christ. നമ്മൾ ദൈവസന്നിധിയിലേക്ക് പോകുന്ന ദൈവത്തോടുള്ള വലിയ നന്ദിയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും യേശുക്രിസ്തുവിലൂടെ ലഭ്യമായ അങ്ങനെയുള്ള കാര്യങ്ങളോടുകൂടെയാണ്. Are you able to understand? മനസ്സിലാകുന്നുണ്ടോ? This is your position, my beloved. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ സ്ഥാനം. You may be going through pain and suffering in this world, ഈ ലോകത്തിൽ നമ്മൾ ഓരോരുത്തരും വേദനയിലൂടെയും കഷ്ടങ്ങളിലൂടെയും but പോകുന്നുണ്ടായിരിക്കും. you have a crown kept in the heaven. നമുക്ക് സ്വർഗത്തിൽ ഒരു കിരീടം ഒരുക്കി വെച്ചിരിക്കും. You have a glorified crown kept in the heaven. നമുക്ക് വളരെ മഹത്വമുള്ള ഒരു കിരീടം സ്വർഗത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. My God, knowing that we human beings who are going to commit evil and going to go through problem of pain, നമ്മൾ കഷ്ടതയിലൂടെയും പാപത്തിലൂടെയും വേദനയിലൂടെ ഒക്കെ കടന്നു പോകുമെന്ന് അറിയാവുന്ന ദൈവം, he saw that in the eternity. അവനത് നിത്യതയിൽ തന്നെ കണ്ടു. And then on he has been preparing to come in this world to take us home. നമ്മളെ തന്റെ വീട്ടിലേക്ക് ചേർത്ത് കൊള്ളുവാനായിട്ട് നിത്യതയിൽ തന്നെ അവന് ഈ ഭൂമിയിലേക്ക് വരാനുള്ള പദ്ധതി. Revelation chapter 13 verse 8. നമ്മള് വെളിപ്പാട് പുസ്തകം 13:8 വാക്യം വായിക്കാം. He was preparing, the lamb was preparing from the foundation, before the foundation of the world was laid. ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. 13 verse 8. Yes, the same thing. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ He has been preparing from the eternity. ദൈവം നിത്യതയിൽ തന്നെ ഇതിനു വേണ്ടി തയ്യാറെടുക്കുക. He was not sitting there and just watching how are we going to go through this problem of pain. നമ്മള് വേദനയുടെ ഈ പ്രശ്നത്തിലൂടെ എങ്ങനെ കടന്നു പോകുന്നു ഇങ്ങനെ നോക്കി നിർനിമേഷനായിട്ട് ഇരിക്കുകയായിരുന്നു. But he was preparing from the eternity to come in this world and experience the pain, the suffering, the all kind of filthiness and take us through from all those. മറിച്ച് അവൻ നിത്യതയിലെ തന്നെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മളുടെ വേദനയും വിഷമവും എല്ലാം സമ്പൂർണ്ണമായിട്ട് അനുഭവിച്ച് നമ്മളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിനെ കുറിച്ച് അവൻ ചിന്തിക്കുക. This is God we have, my beloved. പ്രിയപ്പെട്ടവരെ, ഈ ദൈവമാണ് നമ്മുടെ ദൈവം. You cannot find anywhere such God. നിങ്ങൾക്ക് വേറെങ്ങും ഇതുപോലൊരു ദൈവത്തെ കാണാൻ കഴിയുകയില്ല. You have a problem of evil in your life. ഈ ലോക ജീവിതത്തിൽ നിങ്ങൾക്ക് വേദനയുടെ പ്രശ്നങ്ങളുണ്ട്. But your God has gone through that so that he can redeem you. നിങ്ങളുടെ കർത്താവ് അതിലൂടെ കടന്നുപോയവനാണ്, അതുകൊണ്ട് നിങ്ങളെ അവൻ രക്ഷിക്കാൻ കഴിയും. He only can save us. അവന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയൂ. And he only can
take us in the glorified positions. നമ്മളെ മഹത്വകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ അവന് മാത്രമേ കഴിയൂ. God's name be glorified. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.